ഹലോ. വോയിസ് കേൾക്കാമോ? വോയിസ് കേൾക്കാമോ ഞാൻ പറയുന്നത്? എന്തെങ്കിലും ബ്രേക്ക്, എന്തെങ്കിലും വീഡിയോ സ്റ്റക്ക് ആവുക, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വോയിസ് ഓക്കെ അല്ലേ? ക്ലാരിറ്റി ഒക്കെ ഉണ്ടല്ലോ? വീഡിയോ സ്റ്റക്ക് എല്ലാം ആവുന്നുണ്ടോ? വീഡിയോ സ്റ്റക്ക് ആവുന്നുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ. ഓക്കെ. നമുക്ക് ESIC എക്സാംസിന്റെ ക്ലാസ് ആണ് നമ്മൾ തുടങ്ങുന്നത് ഇന്ന് തൊട്ട്, കേട്ടോ. 10-40 ദിവസമേ ഉള്ളൂ. ആ 40 ദിവസം ഒന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നല്ലൊരു ജോലി നിങ്ങളെ തേടിയെത്തും. നല്ലൊരു ജോലിയായിരിക്കും നിങ്ങളെ തേടിയെത്തുന്നത്, കേട്ടോ. സ്വപ്നം കാണാവുന്നതിനപ്പുറത്തേക്ക് നല്ലൊരു ജോലി, കേട്ടോ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇനിഷ്യൽ സാലറി എന്ന് പറയുന്നത് 85-90 അടുപ്പിച്ചുണ്ട്, കേട്ടോ. ഓക്കെ. നല്ലതാണ്, നിങ്ങളുടെ ജീവിതമൊക്കെ മാറും. നല്ലൊരു ചാൻസ് ആണ്. GK ഇല്ല, കറണ്ട് അഫയേഴ്സ് ഇല്ല, എല്ലാം നേഴ്സിംഗ് മാത്രം. അപ്പൊ അതിൽ എന്തൊക്കെ പഠിക്കണമെന്നുള്ള ആ സിലബസ് പ്രകാരമുള്ള റെക്കോർഡഡ് ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട്, കേട്ടോ. സിലബസ് പ്രകാരമാണ് ഇട്ടേക്കുന്നത്. കറക്റ്റ് അത് തന്നെ, അതിൽ നിന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്, കേട്ടോ. പരീക്ഷയ്ക്ക് പഠിപ്പിച്ചതും നമ്മുടെ നോട്ടിലുള്ളതും നിങ്ങൾക്ക് അറിയാവുന്ന മാത്രം എഴുതിയിട്ടേക്ക് വരിക. വെറുതെ നെഗറ്റീവ് അടിക്കരുത്. ESIC എക്സാംസിനും ഈ പറയുന്ന പോലെ 4-1 നെഗറ്റീവ്സ് വരും, കേട്ടോ. ഓക്കെ. 4-1 നെഗറ്റീവ്സ് വരും. സ്വപ്നം കാണാൻ പറ്റുന്ന ജോബാണ്. ESIC എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് കരയുന്ന ഒരു അവസരം വരരുത്. പഠിച്ചു, പഠിച്ചിട്ട് പോയി, എഴുതാൻ പറ്റിയില്ല, അങ്ങനെ ഒരു അവസ്ഥ വരെ. സോറി, എല്ലാ മെറ്റീരിയലും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു, പോയി എക്സാംസിന് എഴുതാൻ എന്നെ കൊണ്ട് പറ്റിയില്ല, പഠിച്ചില്ല, കേട്ടോ. അങ്ങനെ കരയുന്ന ഒരു അവസ്ഥ ആരും ഉണ്ടാക്കരുത്. ദയവീട്ട് പ്രീ പ്ലാൻഡ് ആയിട്ട് എല്ലാം തന്നിട്ടുണ്ട്. ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ പഠിപ്പിച്ചത് തന്നെയാണ് അതിനകത്ത് എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. പഠിപ്പിച്ചത് തന്നെയാണ് അതിനകത്ത് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. നമ്മൾ പഠിപ്പിച്ച എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും പഠിപ്പിച്ച് വെച്ചേക്കാണ്. എഡ്യൂക്കേഷൻ പഠിപ്പിച്ചു, അഡ്മിനിസ്ട്രേഷൻ പഠിപ്പിച്ചു, റിസർച്ച് പഠിപ്പിച്ചു, അല്ലെ? ഓൾമോസ്റ്റ് എല്ലാത്തിനും തന്നെ റെക്കോർഡഡ് വീഡിയോസ് ആയിട്ട് അതിനകത്ത് കിടപ്പുണ്ട്. അതുകൂടാതെ ഞാൻ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തിയറി ഒക്കെ ജസ്റ്റ് പറഞ്ഞു തന്ന് കുറച്ച് ക്വസ്റ്റ്യനും ഒക്കെ ഡിസ്കസ് ചെയ്ത് മോഡൽ എക്സാം ഇടുവാണ്, കേട്ടോ. ഇപ്പൊ 1, 2, 3 ഉള്ള മോഡൽ എക്സാം സബ്ജക്ട് വൈസ് അല്ല, എല്ലാ സബ്ജക്റ്റിനും ഉൾപ്പെടുത്തിക്കൊണ്ട്. പക്ഷെ നമ്മൾ സബ്ജക്ട് കവർ ചെയ്തായിരിക്കും പോകുന്നത്. പക്ഷെ മോഡൽ എക്സാം മീൻസ് എല്ലാ സബ്ജക്റ്റിനെ VSIയുടെ സിലബസ് പ്രകാരമുള്ള എല്ലാ സബ്ജക്റ്റിനും വെയിറ്റേജ് കൊടുത്തിട്ടുള്ള രീതിയിലുള്ള മോഡൽ എക്സാംസ് ആയിരിക്കും വരുന്ന. മൊത്തം 8 മോഡൽ എക്സാം ഉണ്ട്. അപ്പൊ അതിന്റെ PDF ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. വൈകിട്ട് അതിന്റെ ആൻസർ ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്യും, കേട്ടോ. ടൈം ടേബിൾ പ്രകാരം ആയിരിക്കും ക്ലാസ്സുകൾ വരുന്നത്. അപ്പൊ എന്തായാലും ഈവനിങ് മാത്രമായിട്ട് ക്ലാസ് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഡ്യൂട്ടിയുടെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നാളത്തെ ക്ലാസ് രാവിലെ ആയിരിക്കും. അങ്ങനെ ക്ലാസ്സുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ മിനിറ്റ്. ക്ലാസ്സുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ മാറ്റങ്ങൾ വരും, കേട്ടോ. ചെറിയ മാറ്റങ്ങൾ വരും. ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, ദിവസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യും, കേട്ടോ. പിന്നെ നിങ്ങൾ ഫോളോ ചെയ്യാനുള്ളത് എന്താണ്, റെക്കോർഡിംഗ് ക്ലാസ്, കേട്ടോ. അതായത് ഇപ്പൊ ബയോകെമിസ്ട്രിയുടെ തിയറി എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ ആണോ? ബയോകെമിസ്ട്രിയുടെ തിയറി നോക്കിയിട്ടുണ്ടായിരുന്നോ? പഠിച്ചു വെച്ചേക്കാണോ ബയോകെമിസ്ട്രി? ബയോകെമിസ്ട്രി പഠിച്ചു വെച്ചേക്കാണോ? ബയോകെമിസ്ട്രി മീൻസ് ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ പഠിച്ചു വെച്ചിട്ടുണ്ടോ? പഠിച്ചു കഴിഞ്ഞോ? പ്രഭു ബ്രദർ ന്യൂട്രീഷൻ പഠിച്ചാണോ? സബ്ജക്റ്റിൽ പഠിച്ചു വെച്ചിട്ടുണ്ടോ നേരത്തെ? ന്യൂട്രീഷൻ പഠിച്ചു വെച്ചിട്ടുണ്ടോ? ഓക്കെ. ഓക്കെ. ഇപ്പൊ എല്ലാ സബ്ജക്റ്റും, കേട്ടോ. ഈ 10-15 സബ്ജക്റ്റേ ഉള്ളൂ. 15 സബ്ജക്റ്റിലും നമ്മൾ കോൺഫിഡന്റ് ആയിരിക്കണം. ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്കറിയാം, ഫണ്ടമെന്റൽസ് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഫസ്റ്റ് എയ്ഡ് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്, കേട്ടോ. എല്ലാം നമുക്കൊരു കോൺഫിഡൻസ്. OBG എനിക്കറിയാം, ഗൈനക്ക് എനിക്കറിയാം, പീഡിയാട്രിക്സ് എനിക്കറിയാം, കേട്ടോ. എല്ലാം പഠിച്ചു. ഇനി ഒന്ന് എടുത്ത് റിവൈസ് ചെയ്തിട്ട് എനിക്കൊന്ന് എക്സാമിന് പോയാൽ മാത്രം മതി എന്നുള്ള ആ ഒരു കോൺഫിഡൻസിൽ പോകണം, കേട്ടോ. ഓൾ ഇന്ത്യ ലെവലിൽ എല്ലാവരും കിടന്ന് കോമ്പറ്റീറ്റ് ചെയ്യുന്ന എക്സാം ആണ് ESIC. ESICയിലെ ജോബ് കിട്ടുക എന്ന് പറഞ്ഞാൽ ലക്കിയാണ്. 100% സെൻട്രൽ ഗവൺമെന്റ് ജോബാണ്, കേട്ടോ. എല്ലാ ആനുകൂല്യങ്ങളും
സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഡയറക്റ്റ് കൈപ്പറ്റുന്ന ഒരു വിഭാഗമാണ് മിനിസ്ട്രി ഓഫ് ലേബർ. കേട്ടോ, ലേബർ. അപ്പൊ നിങ്ങൾ പക്ക 100% എന്താണ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആയിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ ആണ് ജീവിതത്തിൽ കിട്ടാൻ പോകുന്ന ഏറ്റവും നല്ലൊരു ഭാഗ്യമായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം അതിനെ കരുതി. അത്ര അത് വേണമെന്ന് വിചാരിച്ചാൽ നടക്കും. കേട്ടോ, വേണ്ട വേണ്ട എന്ന് പറഞ്ഞിരുന്നാൽ നടക്കത്തില്ല. പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നടക്കത്തില്ല, മടിയാണെങ്കിൽ നടക്കത്തില്ല, കൃത്യമായിട്ട് ക്ലാസ്സിന് വന്നില്ലെങ്കിൽ നടക്കത്തില്ല. കേട്ടോ, ഓക്കെ. ഉള്ള കാര്യങ്ങൾ ഞാൻ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. കേട്ടോ, ക്ലാസ് ആദ്യം തുടങ്ങി അവസാനം വരെ ആരൊക്കെ നിൽക്കുന്നോ അവർക്ക് എന്തായാലും കാണും. അവരെന്തായാലും ലിസ്റ്റിനകത്ത് കാണും, 100% ഉറപ്പാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഒരുപാട് ലെങ്തി ആയിട്ട് ഞാൻ കൊണ്ടുപോകാത്ത ക്ലാസ്. കേട്ടോ, കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ലെങ്തി ക്ലാസ്സുകളായി കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ വെച്ച് ഓരോരുത്തർ എന്ത് ചെയ്യും, വിഡ്രോ ചെയ്യും. അങ്ങനെ അതിലോട്ട് ഞാൻ കൊണ്ടുപോകുന്നില്ല. അത് 40 ദിവസത്തെ ഒരു പ്ലാൻ ആണ് ചെയ്തേക്കുന്നത്. അതിന്റെ ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് ലൈവ് ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്ന. ദയവ് ചെയ്ത് റെക്കോർഡിംഗ് വർക്ക്ഔട്ട് ചെയ്യണം. റെക്കോർഡിംഗ് വർക്ക്ഔട്ട് ചെയ്തില്ലെങ്കിൽ സ്വന്തമായിട്ട് നോട്ട് വായിച്ച് പോയിന്റ് എടുത്ത് വെച്ച് ക്രിയേറ്റ് ചെയ്യണം. കേട്ടോ, സ്വന്തമായിട്ട് നോട്ട് വായിച്ച് ക്രിയേറ്റ് ചെയ്യണം. ഇനി ആർക്കെങ്കിലും ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. 2-3 ബുക്സ് ഇരിപ്പുണ്ട്, അയച്ചു തരുന്നതായിരിക്കും. കേട്ടോ, ഓക്കെ. ഓക്കെ, ആ നോട്ട്സ് വെച്ച് ആ നോട്ടെ പഠിക്കാതെ, കാരണം നിങ്ങൾ ഓൾറെഡി അതാണ് പഠിച്ചു വെച്ചേക്കുന്നത്. ഇനി വേറൊരു രീതിയിലോട്ട് നമ്മൾ പഠിച്ച് പുതിയ നോട്ട് ഉണ്ടാക്കിയൊക്കെ പഠിച്ചു വെച്ചേക്കുന്ന ഒന്നും നടക്കത്തില്ല. കേട്ടോ, നമ്മുടെ കയ്യിൽ എന്താണ് മെറ്റീരിയൽസ് ഇരിക്കുന്നത് അത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക. കേട്ടോ, ഞാൻ എപ്പോഴും ചെയ്യുന്ന അതാണ്. ഞാൻ എന്താണോ പഠിച്ചത് അത് റിപ്പീറ്റ് ചെയ്തു. ഇപ്പൊ ഒരു എക്സാം ഞാൻ പഠിച്ചത് വന്നില്ലെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് അടുത്ത എക്സാം ഞാൻ പഠിക്കുന്നത് വരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കേട്ടോ, ഒരു എക്സാം ഞാൻ പഠിച്ചത് വന്നില്ല, അതെന്റെ ഭാഗ്യക്കേടെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യും. വീണ്ടും എന്റെ സ്റ്റഡി മെറ്റീരിയൽസ് മാറ്റമില്ലാതെ അത് തന്നെ വീണ്ടും പഠിക്കും. അടുത്ത എക്സാമിന് ഞാൻ അത് തന്നെ അപ്ലൈ ചെയ്യും. ചിലപ്പോൾ എനിക്ക് ആ എക്സാമിന് കിട്ടും. കേട്ടോ, ദാറ്റ് ഈസ് മൈ ലക്ക്. കേട്ടോ, ഹാർഡ് വർക്ക് ഒരു രീതിയിൽ നിങ്ങൾ കുറയ്ക്കരുത്. നിങ്ങൾ എന്താണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുക. കേട്ടോ, ഓക്കെ. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ESIC എക്സാംസിനെ പറ്റി? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ESIC UPSC ആണ് എക്സാം നടത്തുന്നത്. UPSC എന്ന് പറയുമ്പോൾ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് UPSC ലെവലിൽ ഇരിക്കുന്നത്. നേഴ്സിംഗ് എന്ന് പറയുമ്പോൾ നേഴ്സിംഗിൽ PhD എടുത്തവരൊക്കെ ആയിരിക്കും UPSC ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നത്. കേട്ടോ, അപ്പൊ അത്രമാത്രം എന്ത് ചെയ്യും, കണ്ണിങ് ഒക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ചിലര് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇടുന്നവരും ഉണ്ട്. ഒന്നും പറയാൻ പറ്റത്തില്ല. സിമ്പിൾ ആവാം, മോഡറേറ്റ് ആവാം, ടഫ് ആവാം. ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ ആവാം, മോഡറേറ്റ് ക്വസ്റ്റ്യൻ ആവാം, ടഫ് ആയിരിക്കും. എന്തായിക്കോട്ടെ, പഠിച്ചതും പഠിപ്പിച്ചതും മാത്രം എഴുതുക. അല്ലെ, ഞാൻ കഴിഞ്ഞ വട്ടം DHS 69 ക്വസ്റ്റ്യൻ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലായിടത്തും കട്ട് ഓഫ് വന്നിരിക്കുന്നത് 45 മാർക്ക്. ഇല്ല, 45 മാർക്കാണ് എല്ലായിടത്തും കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അല്ല, ഇപ്പൊ ഈ കഴിഞ്ഞ IMS നമ്മൾ പഠിപ്പിച്ച 49 ക്വസ്റ്റ്യൻ ഉണ്ട്. 49 ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ 40 മാർക്ക് മേടിക്കും. 40 മാർക്ക് മേടിക്കും, നിങ്ങൾക്ക് ലിസ്റ്റിൽ കാണാം. ഭാഗ്യം ഉണ്ടെങ്കിൽ റിസർവേഷൻ വഴി നിങ്ങൾക്ക് ഫസ്റ്റ് സെലക്ഷൻ വരും. അല്ലെ, അല്ലെങ്കിൽ നിങ്ങൾ 40 ലെവൽ സ്കോർ ചെയ്തെങ്കിൽ നിങ്ങൾ എന്തായാലും മെയിൻ ലിസ്റ്റിലെ ടോപ്പ് റാങ്കിൽ വരും. അല്ലെ, അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ പഠിപ്പിക്കുന്ന മെറ്റീരിയൽസ് ദയവ് ചെയ്ത് ഫോളോ ചെയ്യുക. ഒരു മടിയും കൂടാതെ ദയവ് ചെയ്ത് ഫോളോ ചെയ്യുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്ര നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഇപ്പൊ ഇന്ന് 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ബയോകെമിസ്ട്രി മൊത്തം പഠിച്ചു തീരാൻ പറ്റില്ലെങ്കിൽ ആ ബയോകെമിസ്ട്രി എവിടെ വെച്ചാണ് നിങ്ങൾ പഠിച്ചു തീരാത്ത അവിടെ വെച്ച് നിങ്ങൾ അങ്ങ് എലിമിനേറ്റ് ചെയ്തോളാം. അത് നിങ്ങൾ ഇനി പഠിക്കാൻ നിൽക്കണം, അടുത്ത സബ്ജക്ട് വെക്കണം. കേട്ടോ, പലർക്കും ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ 1-ാം ദിവസം ബയോകെമിസ്ട്രി, 2-ാമത്തെ ദിവസം ബയോകെമിസ്ട്രി, 3-ാമത്തെ ദിവസം വേറെ മൈക്രോബയോളജിയിലോട്ട് ചാടിയെന്ന് വെച്ചോ. അല്ലെ, അപ്പൊ ഇവിടെ മൈക്രോബയോളജി സാർ ഓൾറെഡി പഠിപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ എന്ത് ചെയ്യുന്ന ആൾക്കാർ ബയോകെമിസ്ട്രിയും കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മൈക്രോബയോളജിയുടെ ഒരു ദിവസമാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ലോസ് ആവും. ഓക്കെ, അപ്പൊ ഇന്നും നാളെയും നിങ്ങൾക്ക് എന്താണ് ബയോകെമിസ്ട്രി ആണ്. അല്ലെ, അപ്പൊ ഇന്നും നാളെ ബയോകെമിസ്ട്രി പഠിക്കുക. എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ ലീവ് ഇറ്റ്, പോട്ടെ, അത് അവിടെ മാറ്റി നിർത്തിയത്. ഇനി ഞാൻ പഠിക്കുന്നില്ല, പോട്ടെ, മാറ്റി നിർത്തി. ഓക്കെ, അടുത്ത എക്സാം, അടുത്ത സബ്ജക്റ്റിലോട്ട് കടക്കുക. കേട്ടോ, അങ്ങനെ വേണം ചെയ്യാൻ. അങ്ങനെയാണോ ചെയ്യുന്നത്? അങ്ങനെ വേണം ചെയ്യാൻ. കേട്ടോ, ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പഠിക്കുന്നത് പഠിക്കാൻ പറ്റുന്ന പഠിക്കുക, അല്ലാത്തത് ഡിസ്പോസ് ചെയ്യുക. കേട്ടോ, ക്ലിയർ ആണോ? മനസ്സിലായോ? എന്നാലും തീരത്തോളം. കാരണം നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് തന്നേക്കുവാണ്. ആ ദിവസം അത് മാത്രം ഫോളോ അപ്പ് ചെയ്യുക. അതിൽ എന്തൊക്കെ ബാലൻസ് ഉണ്ടോ ലീവ് ഇറ്റ് ഫ്രം ദ മൈൻഡ്. നമ്മുടെ മെമ്മറിയിൽ നിന്ന് അത് ഫോർഗറ്റ് ചെയ്ത് പോട്ടെ. ലീവ് ഇറ്റ്. വെറുതെ അത് ചിലപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അതിൽ നിന്ന് വരുന്നത്. വേണ്ട, ആ മാർക്ക് പോട്ടെ, ഇനി അടുത്തതിലോട്ട് ചാടാം. കറക്റ്റ് ടൈമിൽ അതാത് സബ്ജക്റ്റുകൾ ഫോളോ ചെയ്യാം. ക്ലിയർ ആണോ? ഐഡിയ കിട്ടിയോ? ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇന്ന് ഒരു ദിവസം നാളെ ഒരു ദിവസം കൊണ്ട് ബയോകെമിസ്ട്രി പഠിച്ച് തീരത്തില്ലായിരിക്കും. ഓക്കെ, പഠിച്ചു തീർന്നില്ല, പ്രശ്നമില്ല. 100% നിങ്ങൾ പഠിച്ചു തീരാൻ പറ്റത്തില്ലായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ 50% കംപ്ലീറ്റ് ചെയ്താണ്, ചിലപ്പോൾ നിങ്ങൾ 60, 75, 80. അല്ല, അതൊക്കെ നിങ്ങളുടെ കാലിബറാണ്. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇൻഡിവിജ്വൽ അനുസരിച്ച് ഓരോരുത്തരുടെയും മെമ്മറി പവറും IQ ഡിഫറെന്റ് ആണെന്ന് നമ്മൾ ഏതിൽ പഠിച്ചു? മെന്റൽ ഹെൽത്ത് നേഴ്സിംഗിൽ നമ്മൾ പഠിച്ചു. അല്ല, IQ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആൾക്കാരുടെ IQ ഒക്കെ വ്യത്യാസമാണ്. പക്ഷെ IQ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം വിത്തൗട്ട് പ്രാക്ടീസ്. അല്ല, ഇന്ന് നമ്മൾ 50% ഒരു സബ്ജക്ട് പഠിച്ചെങ്കിൽ നാളെ നമുക്ക്
55% അടുത്ത സബ്ജക്ട് വരും അല്ല. അതിന്റെ അടുത്ത സമയം നമുക്കത് 100 ആക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്ത് പോകണം. ദയവ് ചെയ്ത് ഒന്നാമത്തെ ദിവസം പഠിക്കുന്നു, രണ്ടാമത്തെ ദിവസം ബയോകെമിസ്ട്രിയുടെ ആ ടൈം ലിമിറ്റ് രാത്രി 12ന്റെ ക്ലോക്ക് അടിക്കുമ്പോൾ ബയോകെമിസ്ട്രിയുടെ ടൈമിംഗ് അവസാനിച്ചു. ഓക്കെ, നിങ്ങൾ 50% ചിലപ്പോൾ പഠിച്ചു കാണത്തുള്ളൂ, ലീവ് ഇറ്റ്. ബാക്കി 50% ഡിസ്പോസ് അല്ലെ. ഇനി നമ്മൾ അതിനോട്ട് പോകുന്നില്ല, അടുത്ത ദിവസം സബ്ജക്റ്റിലോട്ട് ഫ്രഷ് ആയിട്ട് കിടക്കും കേട്ടോ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കണം എല്ലാവരും ചെയ്യേണ്ടത്. അല്ലാതെ സബ്ജക്റ്റ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. ബയോകെമിസ്ട്രിക്ക് വേണ്ടി 4 ദിവസം അല്ലെ, മൈക്രോബയോളജിക്ക് വേണ്ടി 4 ദിവസം, അടുത്തൊരു സബ്ജക്റ്റിന് വേണ്ടി 5 ദിവസം, അതിന്റെ ഒരു സബ്ജക്റ്റിന് വേണ്ടി 6 ദിവസം, അടുത്തൊരു സബ്ജക്റ്റിന് വേണ്ടി 7 ദിവസം. അപ്പൊ അങ്ങനെ ദയവ് ചെയ്ത് പോകാം. ചിലർക്ക് ചിലപ്പം 100% എല്ലാവരും ഓക്കെ ആയിരിക്കും. ഇനി സമയം കിടപ്പുണ്ട്, നിങ്ങൾ നേരെ വർക്ക്ഔട്ടിന്റെ മെഡ്സർജ് അല്ലെ, മെഡ്സർജിന്റെ തിയറികളൊക്കെ വെറുതെ കേട്ടു. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. കൂടുതൽ ഞാൻ കത്തി വെച്ച് കൊല്ലുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആർ യു റെഡി? ക്ലാസ്സിലേക്ക് കിടക്കാം. മെഡിക്കൽ സർജിക്കലൊക്കെ കുഴപ്പമില്ല. മെഡ് സർജൊക്കെ പറ്റുന്നിടത്തോളം വർക്ക്ഔട്ട് ചെയ്യുക. ഞാനൊന്നും പറയുന്നില്ല, പറ്റുന്നിടത്തോളം വർക്ക്ഔട്ട് ചെയ്യുക, ജോലി മുന്നിൽ കാണുക. നല്ല ജോലിയാണ്, നിങ്ങൾ ലൈഫ് മൊത്തം മാറുന്ന ഒരു ജോലിയാണ്. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നമാണ് കേട്ടോ. മീൻസ് എന്താണ് പറയാനുള്ളത്? നല്ലൊരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി, CCS റൂൾ അല്ലെ, കോൺട്രാക്ട് സർവീസ് റൂൾ അനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം, അത് കളഞ്ഞു കുളിക്കരുത് കേട്ടോ. എന്ന് വെച്ചാൽ എന്താണ്, എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, അതെല്ലാം ഞാൻ എഴുതിയെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടിയേനെ. അതെല്ലാം സാറെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. അത് എഴുതാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് കരയുന്ന ഒരവസ്ഥ വരരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്ത് ചെയ്യണം? പഠിക്കുക അല്ല. എന്നിരുന്നാലും ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയി. ഞാൻ 100% പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസും വരും അല്ലെ. ഇപ്പൊ 100 എണ്ണത്തിൽ ഞാനൊരു 75 പറയുകയാണെങ്കിൽ 75 ഞാൻ പഠിപ്പിച്ചത് വന്നിരിക്കും. ഓക്കെ, ഞാൻ ഉറപ്പ് പറയും. ഓക്കെ, നിങ്ങൾ അതിൽ നിന്ന് 20% കുറച്ചോ, നിങ്ങളുടെ കാലിബറും കാര്യങ്ങളും 20% നിങ്ങൾ കുറച്ചോ, ബാക്കി നിങ്ങൾ 65% നിങ്ങൾ മേടിക്കുക. 65% നിങ്ങൾ സ്കോർ ചെയ്യും. 65% നിങ്ങൾ സ്കോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം എന്താണ്, നമുക്ക് ESI ജോബ് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ കാര്യം. പഠിപ്പിക്കുന്നതിൽ നിന്ന് മിനിമം 80% എങ്കിലും സ്കോർ ചെയ്യുക. അല്ലാതെ UPSC ക്വസ്റ്റ്യനിൽ 80% എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്ത് പഠിപ്പിക്കുന്നു അതിന്റെ 80% നിങ്ങൾ സ്കോർ ചെയ്യും കേട്ടോ. ഓക്കെ, 1300 വേക്കൻസി നിങ്ങൾക്ക് കിടപ്പുണ്ട് അല്ലെ. 1300 വേക്കൻസി ഉണ്ട്. മെയിൽ ഫീമെയിൽ റിസർവേഷൻ ഇല്ല അല്ലെ. മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് റിസർവേഷൻ ഉണ്ടോ? മെയിൽ ഫീമെയിൽ റിസർവേഷൻ പറയുന്നുണ്ടോ ESIക്ക്? ഉണ്ടോ പ്രഭു? ഞാൻ നോക്കിയില്ല, ആപ്ലിക്കേഷൻ ഒന്നും നോക്കിയില്ല. എനിക്ക് 30 വയസ്സൊക്കെ കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് എനിക്ക് അപേക്ഷിക്കാനൊന്നും പറ്റിയില്ല. സിമ്പിൾ ആയിട്ട് എഴുതാനും പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. ഓക്കെ, നോക്കിയായിരുന്നോ? 80-20 റിസർവേഷൻ ഉണ്ടോ? ഇല്ലല്ലോ. മെയിൽ ഫീമെയിൽ ഒരുപോലല്ലേ ESI എക്സാം? ആണോ അല്ലയോ? മെയിൽ ഫീമെയിൽ റിസർവേഷൻ ഒന്നും ഇല്ല. അപ്പൊ 1360 പോസ്റ്റ് കേട്ടോ. 1360 പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1360 പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു 1600 1700 റീജോയിനിങ് ചെയ്യുന്നവരും അല്ലെ, ചിലർക്ക് ചിലപ്പം ദൂരെയുള്ള ESIയിൽ പോവാത്തതുകൊണ്ട് അവർ ആ ഏജൻസി തന്നെ വർക്ക്ഔട്ട് ചെയ്യുന്നവരായിരിക്കും അല്ലെ. ഓക്കെ, ചിലപ്പം ഈ ഗവൺമെന്റ് ജോലിയിൽ ഇരിക്കുന്നവരൊക്കെ ഇത് എഴുതുന്നുണ്ട് ഈ എക്സാം കേട്ടോ. എല്ലാവരും, നമ്മൾ മാത്രമല്ല, നിങ്ങൾ ജോലി കിട്ടാത്തവർ മാത്രമേ പരീക്ഷ എഴുതുന്നുള്ളതൊന്നും വിചാരിക്കരുത് കേട്ടോ. എല്ലാ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ എഴുതുന്നുണ്ട് കേട്ടോ. ആൾക്കാർ ഒക്കെ എഴുതുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ 1300 വേക്കൻസിയിൽ എങ്ങനെ ജോലി, ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഒരു 300-200 പേർക്ക് ജോലി ESIയിൽ ശരിയായിട്ട്, ചിലപ്പോൾ അവർ ദൂരെ കൂടുതലാണെങ്കിൽ പോകത്തില്ല. ഓൾറെഡി അവർ സെറ്റിൽ നിന്ന് പ്ലേസ്, ആ സെറ്റിൽ നിന്ന് അവർ റീലൊക്കേറ്റ് ചെയ്യത്തില്ല കേട്ടോ. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ 1300 വേക്കൻസി എന്നുള്ളത് നമുക്ക് എത്ര പ്രതീക്ഷിക്കാം? ഒരു 2000 വേക്കൻസി വരെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. റീജോയിനിങ്ങും ജോയിൻ ചെയ്യാത്തവരും എല്ലാം കൂടെ കൂട്ടി 2000 വേക്കൻസി പ്രതീക്ഷിക്കാം. ഓക്കെ, പരീക്ഷ എഴുതുന്ന എത്ര ആൾക്കാരായിരിക്കും? കൂടിപ്പോയാൽ ഒരു 20,000-ൽ താഴെ കേട്ടോ. 20,000 വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓൾ ഓവർ ഇന്ത്യ 20,000 കാൻഡിഡേറ്റ് ആർ എക്സ്പെക്ടിങ് അല്ല. അതിൽ നമ്മൾ നമ്മുടെ റാങ്ക് കിട്ടുക എന്ന് വെച്ചാൽ കേട്ടോ, ജനറൽക്കാരുടെ റാങ്ക് ബിലോ 2000 അല്ല, ബിലോ 1500 ആയിരിക്കും ജനറൽ കേട്ടോ. OBC-കാരുടെ റാങ്ക് എന്ന് പറയുന്നത് ബിലോ 2500 താഴെ. SC ST OBC EWS കേട്ടോ, സോറി, SC ST EWS ഈ കാറ്റഗറിക്കാരോടുള്ള റാങ്ക് എന്ന് പറയുന്നത് 4000-ൽ താഴെ നിൽക്കണം കേട്ടോ. ഈ 4000-ൽ താഴെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ESICയുടെ ജോലി കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, 20,000 പേർക്ക് 2000 വേക്കൻസി അല്ല, 20,000 പേർക്ക് 2000, അതായത് 20:2. ഓരോ 20 പേര് പരീക്ഷ എഴുതുന്നതിൽ ഒരാൾക്ക് 2 പേർക്ക് ജോലി ഒളിഞ്ഞിരിക്കും. അതാണ് നമ്മൾ ആലോചിക്കുന്നത്.
നമ്മുടെ പരീക്ഷ ഹാളിൽ 50 ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അവിടെ 4 ഒന്നും 5 ജോബ് അവിടെ ഒളിഞ്ഞിരിക്കും. നിങ്ങൾ ഓർക്കണം കേട്ടോ. അപ്പൊ 20:2, 20:2, 20:2 എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കണം പഠിക്കുക. അതിലൊരാളാണ് ശ്രമിക്കുക. അതാണ് നമ്മുടെ ടാർഗറ്റ് കേട്ടോ. അതായിരിക്കണം നമ്മുടെ ടാർഗറ്റ്. മീൻസ് എന്ത് ചെയ്യണം, നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ കേസിട്ടുണ്ട്. പഠിക്കുന്നവർ കാണും, പഠിക്കാത്തവർ കാണും, ബാക്ക് ബെഞ്ചേഴ്സ് കാണും, ഫ്രണ്ട് ബെഞ്ചേഴ്സ് കാണും, ഹയർ സ്റ്റഡീസിൽ നല്ല PhD ഒക്കെ കിട്ടിയവര്, ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരൊക്കെ എഴുതും കാണും, എക്സ്പീരിയൻസ് ഉള്ളവർ, സെൻട്രൽ ഗവൺമെന്റ് അത് ഇത് ആന ചേന എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാണും. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ്. നിങ്ങളുടെ കയ്യിൽ നോട്ടുണ്ട്, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള നോട്ടുണ്ട്, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട്, സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്ത് തരുന്നു. ഓക്കെ. അപ്പൊ അത് മാത്രം പഠിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ദയവ് ചെയ്ത് തെറ്റ് കൂടാതെ എഴുതി പിടിപ്പിക്കുക കേട്ടോ. അതാണ് നമ്മുടെ സ്കില്ല്. 60 ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ചതുണ്ടെങ്കിൽ എത്രയാണോ എബോ 50 എങ്കിലും എഴുതി പിടിപ്പിച്ച് മാർക്ക് കേട്ടോ. ആ ഒരു കോൺഫിഡൻസ് നടക്കും. ആ ഒരു കോൺഫിഡൻസ് നടക്കുന്ന കാര്യമാണോ? നോട്ടിഫിക്കേഷൻ സോ ദർ ഇസ് നോ മെയിൽ ആൻഡ് ഫീമെയിൽ റിസർവേഷൻ. ഓക്കെ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. എഴുതുക. ഭാഗ്യം നിങ്ങളെ തുണയ്ക്കട്ടെ എന്നുള്ള രീതിയിൽ നമുക്ക് ഫസ്റ്റ് ബയോകെമിസ്ട്രി ഇടാം. അപ്പൊ ബയോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ ന്യൂട്രീഷന്റെ പാർട്ടാണ് നമുക്ക് ബയോകെമിസ്ട്രി കിടക്കുന്നത്. അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സിലബസിൽ. സാറിന് അതൊക്കെ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരത്തോളൂ. പിന്നെ കുറെ ബോണ്ട് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഉണ്ട്. കാർബൺ ബോണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അത് അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നാലും ആരും എഴുതാൻ പോകുന്നില്ല. തിങ്ക് ചെയ്യുക കേട്ടോ. അധികമൊന്നും ആൾക്കാർ